ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം. ഇന്ന് ജൂൺ 27, ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ ജേക്കബ് മാർ തെയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മദിനം. പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ സഹശില്പിയും തിരുവല്ല രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയും ആയിരുന്ന ആ പുണ്യപിതാവിൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ശിരസ് നമിച്ചുകൊണ്ട് വന്യപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് അനുഗ്രഹദായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവല്ല രൂപതയിൽ പ്രഥമ മെത്രാപ്പൊലീത്തയായി അവരോധിതനായ മാർ തെയോഫിലോസ് തിരുമേനി 1956 ജൂൺ 27 ദൈവസന്നിധിയിലേക്ക് തൻ്റെ നിത്യസമ്മാനത്തിനായി യാത്രയായതിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത്. ഇത്തരുണത്തിൽ ഈ പുണ്യപിതാവിൻ്റെ ജീവിതത്തെപ്പറ്റി ഭക്തിയോടെ അല്പനേരം നമുക്ക് വിചിന്തനം ചെയ്യാം. 1891 ഫെബ്രുവരി 26 കോട്ടയത്തിനടുത്തുള്ള ഒളശ എന്ന കൊച്ചു ഗ്രാമത്തിൽ കളപ്പുരയ്ക്കൽ വീട്ടിൽ ശ്രീ അബ്രഹാം തരകൻ്റെയും ശ്രീമതി അച്ചാമ്മയുടെയും പ്രഥമ സന്താനമായി യാക്കൂബ് എന്ന ബാലൻ ജനിച്ചു. വീടിനടുത്തുള്ള സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം MD ഹൈസ്കൂളിൽ നിന്നും മെട്രിക്കുലേഷൻ പാസ്സായി. ആ കാലഘട്ടത്തിൽ MD ഹൈസ്കൂളിലെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ചിരുന്ന MA അച്ഛൻ്റെ, നമ്മുടെ മാർ ഇവാനിയോസ് പിതാവിൻ്റെ പ്രചോദനവും മാർഗദർശനവും ഉൾക്കൊണ്ട് വൈദിക ജീവിതം തിരഞ്ഞെടുക്കുകയും തുടർന്ന് വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് തിരുമേനിയിൽ നിന്നും ഡീക്കൻ പട്ടം സ്വീകരിക്കുകയും ചെയ്തു. യാക്കൂബ് ശമാശൻ പിന്നീട് മാർ ഇവാനിയോസ് തിരുമേനിയോടൊപ്പം, അന്നത്തെ MA അച്ഛനോടൊപ്പം സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് സന്യാസ ആശ്രമ ജീവിതത്തിൻ്റെ രൂപഭാവങ്ങളും അടിസ്ഥാന തത്വങ്ങളും MA അച്ഛനോടൊപ്പം രൂപപ്പെടുത്തുകയും ബഥനി ആശ്രമ സ്ഥാപനത്തിൽ മാർ ഇവാനിയോസ് പിതാവിന് പരിപൂർണ പിന്തുണ നൽകുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ബഥനി ആശ്രമത്തിൻ്റെ നോവിസ് മാസ്റ്ററായി ഫാദർ യാക്കോബ് സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 1924 ജേക്കബ് മാർ തെയോഫിലോസ് എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി അവരോധിതനായി. മലങ്കര സഭയുടെ പുനരൈക്യ ശ്രമങ്ങളിൽ മാർ ഇവാനിയോസ് പിതാവിന് നൽകിയ നിസ്തുലമായ പിന്തുണ മലങ്കര കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. 1926 പരുമലയിൽ കൂടിയ സുനഹദോസ് അതിൻ്റെ തീരുമാനങ്ങളിൽ നിന്ന് മറ്റു പല മെത്രാപ്പൊലീത്തമാരും പിന്മാറിയപ്പോൾ താൻ കണ്ടെത്തിയ സത്യവിശ്വാസത്തിനു വേണ്ടി ജീവൻ പോയാലും മാർ ഇവാനിയോസ് പിതാവിനോടൊപ്പം നിൽക്കാൻ അഭിമന്യ പിതാവ് തീരുമാനിച്ചു. അങ്ങനെ തനിക്കേറെ പ്രിയങ്കരനായ വട്ടശ്ശേരിൽ തിരുമേനിയെയും മുണ്ടൻമലയിലെ മറ്റ് പ്രിയ സന്യാസികളെയും വിട്ടുപേക്ഷിച്ച് മാർ ഇവാനിയോസ് പിതാവിനൊപ്പം മലയിറങ്ങി. സത്യവിശ്വാസത്തിൽ അടിയുറച്ച് സത്യത്തെ തേടിയുള്ള ആ യാത്ര വളരെ കഠിനവും പ്രതിസന്ധികൾ നിറഞ്ഞതുമായിരുന്നു. ഒടുവിൽ 1930 സെപ്റ്റംബർ 20 കൊല്ലം ബെൻസിഗർ മെത്രാസന അരമന ചാപ്പലിൽ മാർ ഇവാനിയോസ് പിതാവിനും മറ്റു 3 പേർക്കുമൊപ്പം സത്യസഭയെ പുൽകി. 1932 മലങ്കര കത്തോലിക്ക ഹൈറാർക്കി സ്ഥാപിതമായപ്പോൾ തിരുവല്ല രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായി അവരോധിതനായി. ഇന്നത്തെ പുഷ്പഗിരി മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥലത്ത് ചെറുപുഷ്പഗിരി എന്ന പേരിൽ മെത്രാസന മന്ദിരം സ്ഥാപിച്ചു. തുടർന്ന് 1934 നവംബർ 24 പുതിയ അരമന കുദാശ ചെയ്തു. അവിഭക്ത തിരുവല്ല രൂപതയിലെ അനേകം ദേവാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മലങ്കര കത്തോലിക്ക സഭയിലെ ആദ്യ മൈനർ സെമിനാരിയായ ഇൻഫൻറ്റ് മേരി മൈനർ സെമിനാരി, സെൻറ്റ് ജോസഫ് പ്രസ് തുടങ്ങി തിരുവല്ല രൂപതയുടെ ആധ്യാത്മികവും സഭാത്മകവും ഭൗതികവും ആയ അടിസ്ഥാന രൂപീകരണത്തിന് ദൈവത്തിൽ ആശ്രയിച്ച് തുടക്കമിട്ടത് ഈ വന്യതാതനാണ്. ചുമതലയേറ്റ് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ
1933 റോമ സന്ദർശിച്ച് പരിശുദ്ധ 11-ാം പിയൂസ് മാർപ്പാപ്പയെ കണ്ടു. സാർവത്രിക സഭയോടുള്ള തൻ്റെ വിശ്വാസവും വിധേയത്വവും അവിടുന്ന് പ്രഖ്യാപിച്ചു. മാർ ഇവാനിയോസ് പിതാവിൻ്റെ മിഷൻ ചൈതന്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും പുനരൈക്യ പരിശ്രമങ്ങൾക്കും കരുത്തു പകരുവാൻ വേണ്ടി സാക്ഷ്യസംഘം എന്ന സുവിശേഷ പ്രസ്ഥാനം വന്യപിതാവ് രൂപീകരിച്ചു. തിരുവല്ല രൂപതയുടെ ആദ്യകാല ദേവാലയങ്ങളിലെല്ലാം നേരിട്ടെത്തി വിശ്വാസികളെ സുവിശേഷ ചൈതന്യത്തിലും കത്തോലിക്ക വിശ്വാസത്തിലും ബലപ്പെടുത്താനും മലങ്കര കത്തോലിക്ക സഭയുടെ തനിമ സംരക്ഷിക്കുവാനും അഹോരാത്രം അധ്വാനിച്ചു. ആരോഗ്യം ക്ഷയിച്ചതിനെ തുടർന്ന് തിരുവല്ല രൂപതയുടെ ഭരണ ചുമതലകൾ അഭിവന്യ സേവേറിയോസ് തിരുമേനിയെ ഏൽപ്പിച്ച് രൂപതയുടെ ഭരണ ചുമതലകളിൽ നിന്ന് വന്യ തിരുമേനി വിരമിച്ചു. ക്രമേണ മോശമായി വന്ന ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളാകുകയും 1956 ജൂൺ 27-ാം തീയതി തൻ്റെ 65-ാം വയസ്സിൽ നിത്യസമ്മാനത്തിനായി യാത്രയാവുകയും ചെയ്തു. ഭാഗ്യസ്മരണാർഹനായ ഈ പുണ്യതാതൻ്റെ ഭൗതിക ശരീരം തിരുവല്ല സെൻറ്റ് ജോൺസ് കത്തീഡ്രലിൽ നിത്യവിശ്രമം കൊള്ളുന്നു. മലങ്കര സഭയ്ക്ക് പൊതുവിലും തിരുവല്ല അതിരൂപതയ്ക്ക് പ്രത്യേകിച്ചും അഭിവന്യ പിതാവ് വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ നിരവധിയാണ്. ഈ പുണ്യതാതൻ്റെ മാധ്യസ്ഥം മലങ്കര കത്തോലിക്ക സഭയ്ക്ക് എന്നും ആശ്രയിക്കാവുന്ന ഒരു ആധ്യാത്മിക സങ്കേതമാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ പ്രേക്ഷിത ചൈതന്യം കൂടുതൽ വളരുന്നതിനും പുനരൈക്യ ശ്രമങ്ങളുടെ ഫലപ്രാപ്തിക്കും ഈ പുണ്യതാതൻ്റെ പ്രാർത്ഥന നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വന്യപിതാവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മലങ്കര കത്തോലിക്ക സഭയിൽ ഈ വന്യതാതൻ നിർവഹിച്ച നിസ്തുലമായ മേൽപ്പെട്ട ശുശ്രൂഷ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ പ്രാർത്ഥിക്കുവാനും ഈ അവസരം നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവം നമ്മുടെ എല്ലാ അഭിവന്യ പിതാക്കന്മാരെയും വന്യവൈദികരെയും സന്യസ്തരെയും നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്ദി. മിശിഹാക്കുദാശകളർപ്പീച്ചോ രാജാര്യന്മാർ കേകുക പുണ്യം നാഥാസ്തോത്രം.